ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ വില കുറഞ്ഞ് ലഭിക്കും. ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഒരാളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ MRP ആണല്ലോ കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ. അപ്പോൾ അടുത്തത് പറയുന്നത് ആഴ്ച വരുമാനത്തിനെ കുറിച്ചാണ്. റെഡിയാണോ? ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഹാള് വിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യുക. അപ്പൊ എന്താണ് സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ PV അലോക്കേഷൻ ആണ്. ബിസിനസ് വോളിയം അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിൽ ഇന്ത്യാഗ്രോ എലമെന്റ്സ് ഓൺ ആൻഡ് ഓൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന് 75% ബിസിനസ് വോളിയവും അതുപോലെ ആഹാർ ന്യൂ സ്റ്റാർ മൈ ഹോം എന്ന് പറയുന്ന ബ്രാൻഡിന് 35% ബിസിനസ് വോളിയവുമാണ് ലഭിക്കുക. അവിടെ ജസ്റ്റ് കൺഫ്യൂഷൻ മാറാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ത്യാഗ്രോ എലമെന്റ്സ് ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 1000 രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 750 ബിസിനസ് വോളിയം ലഭിക്കും. അതുപോലെ തന്നെ ആഹാർ ന്യൂ സ്റ്റാർ മൈ ഹോം പറഞ്ഞ ബ്രാൻഡിലാണ് നിങ്ങൾ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 1000 രൂപക്ക് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ 350 ബിസിനസ് വോളിയം ലഭിക്കും. ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമല്ലോ അല്ലെ? ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ 2 ഓർഗനൈസേഷൻ, അതായത് ഒന്നുമില്ല 2 ബ്രാഞ്ചോ 2 ഷോപ്പോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ഇമാജിൻ ചെയ്യാം. അപ്പൊ ഓർഗനൈസേഷൻ 1ൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരും എന്ത് ചെയ്തു? ഒരു ഡിസ്ട്രിബ്യൂഷൻ ഐഡിയ എടുത്ത് ഈ ഉൽപ്പന്നങ്ങൾ വില കുറഞ്ഞ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങളുടെ ഓർഗനൈസേഷൻ 1ൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരാഴ്ചയിൽ ഒരു 10,000 ബിസിനസ് വോളിയത്തിന്, ഇത് ഫിക്സഡ് എമൗണ്ട് അല്ല, ജസ്റ്റ് കാൽക്കുലേഷന് വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ്. ഒരു 10,000 ബിസിനസ് വോളിയത്തിന് ഓർഗനൈസേഷൻ 1ൽ നിന്ന് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ഒരു കസിനോ ഒരു ഫാമിലിയിലുള്ള മെമ്പറോ ആരും ആയിക്കോട്ടെ അവർ 5,000 ബിസിനസ് വോളിയത്തിന് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു. അപ്പൊ ടോട്ടൽ ഇവിടെയും 10,000 ബിസിനസ് വോളിയത്തിന്റെ ബിസിനസ് നടന്നു. ഇവിടെയും 5,000 + 5,000 10,000 ബിസിനസ് വോളിയത്തിന്റെ ബിസിനസ് നടക്കുന്ന സമയത്ത് അതിന്റെ 12% 1,200 രൂപ ആ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് വരുമാനമായിട്ട് കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇവർക്കും ഉണ്ടാവും ഒരുപാട് ബന്ധങ്ങൾ അല്ലെ? ഉൽപ്പന്നങ്ങൾ തീർന്നാൽ അവർ രണ്ടാമത് വാങ്ങിക്കുമല്ലോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത് വാങ്ങിക്കില്ലേ? അങ്ങനെ ഓർഗനൈസേഷൻ 1ൽ വേറൊരു ഫ്രണ്ട് വന്നു. നേരത്തെ വാങ്ങി ഉപയോഗിച്ച ഫ്രണ്ട് രണ്ടാമത് വാങ്ങി ഉപയോഗിച്ചപ്പോ അവിടെ ഒരു 20,000 ബിസിനസ് വോളിയത്തിന്റെ കച്ചവടം ഓർഗനൈസേഷൻ 1ലും 20,000 ബിസിനസ് വോളിയത്തിന്റെ കച്ചവടം ഓർഗനൈസേഷൻ 2ലും നടക്കുന്ന സമയത്ത് കമ്പനി അത് മാച്ച് ചെയ്യും. അതിന്റെ 12% 2,400 രൂപ ആ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് വരുമാനമായിട്ട് വരും. അപ്പൊ ഇവർക്കും ഈ ഉൽപ്പന്നങ്ങൾ വില കുറഞ്ഞ് വാങ്ങി കിട്ടുമ്പോൾ അവരും അതെന്ത് ചെയ്യും? അവരുടെ ഫ്രണ്ട്സിലേക്ക് റെക്കമെൻഡ് ചെയ്യും. ആ ഒരു സമയത്ത് ബിസിനസ് ഡെവലപ്പ് ആവും. ഓർഗനൈസേഷൻ 1ൽ ഒരു 1 ലക്ഷം ബിസിനസ് വോളിയത്തിന്റെ കച്ചവടവും ഓർഗനൈസേഷൻ 2ൽ ഒരു 2 ലക്ഷത്തിന്റെ ബിസിനസ്സും നടക്കുന്നു. അപ്പൊ നേരത്തെ നമ്മൾ കൊടുത്തത് ഒരുപോലെയാ അല്ലെ? 20,000 10,000. പക്ഷെ ഇതൊന്ന് കുറവാണ്, ഒന്ന് കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ കമ്പനി എന്ത് ചെയ്യും? ഈ 2 ലക്ഷത്തിൽ നിന്നും 1 ലക്ഷം അവിടെ ക്യാരി ഫോർവേഡ് ചെയ്യുകയും ഈ 1 ലക്ഷത്തിന് മാച്ച് ചെയ്ത് 1 ലക്ഷം മാച്ച് ചെയ്ത് അതിന്റെ 12% 12,000 രൂപ നിങ്ങൾക്ക് ആ ഒരാഴ്ചയിൽ വരുമാനമായിട്ട് ലഭിക്കും. അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ആ 2 ലക്ഷത്തിന്റെ 1 ലക്ഷം കമ്പനി എടുക്കും എന്നുള്ളത്. അതൊന്നും ചെയ്യില്ല. കമ്പനി അവിടെ ക്യാരി ഫോർവേഡ് ആണ് ചെയ്തു വെക്കുന്നത്, മാറ്റി വെക്കും. നെക്സ്റ്റ് ഒരു വീക്ക് നിങ്ങളുടെ ഓർഗനൈസേഷൻ 1ൽ 5 ലക്ഷത്തിന്റെ ബിസിനസ് നടക്കുന്നു. ഓർഗനൈസേഷൻ 2ൽ 4 ലക്ഷത്തിന്റെ ബിസിനസ് മാത്രമേ നടന്നുള്ളൂ എങ്കിൽ കഴിഞ്ഞ വീക്ക് കമ്പനി മാറ്റി വെച്ച 1 ലക്ഷം അതിന്റെ കൂടെ ആഡ് ചെയ്യുകയും അത് മാച്ച് ചെയ്ത് 5 ലക്ഷം മാച്ച് ചെയ്യുകയും അതിന്റെ 12% 60,000 രൂപ ആ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് കമ്പനി വരുമാനമായിട്ട് തരുകയും ചെയ്യും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണ് ഇങ്ങനെ ബിസിനസ് നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. അടുത്തൊരു വീക്ക് ഓർഗനൈസേഷൻ 1ൽ 10 ലക്ഷത്തിന്റെ ബിസിനസ് വോളിയവും ഓർഗനൈസേഷൻ 2ൽ 10 ലക്ഷത്തിന്റെ ബിസിനസ് വോളിയവും നടക്കുന്ന സമയത്ത് ഇതിന്റെ 12% 1,20,000 രൂപ വരെ ആ ഒരാഴ്ചയിൽ വരുമാനമായിട്ട് നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇതിങ്ങനെ ലോട്ടറി അടിച്ച പോലെ കൊടുത്തുകൊണ്ടിരിക്കുമോ എന്നുള്ളത്. പക്ഷെ കമ്പനി ഇവിടെ ആഴ്ച വരുമാനത്തിന് മാത്രം ഒരു ലിമിറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരാഴ്ചയാണോ 17.5 ലക്ഷം ബിസിനസിന്റെ കച്ചവടം ഓർഗനൈസേഷൻ 1ലും 17.5 ലക്ഷം ബിസിനസ് വോളിയത്തിന്റെ കച്ചവടം ഓർഗനൈസേഷൻ 2ലും നടക്കുന്നത് ആ ഒരാഴ്ച അതിന്റെ 12% 2,10,000 രൂപ ഒരാഴ്ചയിൽ വരുമാനം പറ്റുന്ന ഒരു അവസരമാണ്. ആഴ്ച വരുമാനം 2,10,000 പറഞ്ഞു അല്ലെ? ഇതാണ് ആഴ്ച വരുമാനത്തിന്റെ ലിമിറ്റ്. ഇനി മാസ വരുമാനത്തിലേക്ക് കടക്കുന്ന സമയത്ത് പെർഫോമൻസ് ബോണസ് കമ്പനി ഒരു നിശ്ചിത ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടാവും ഓരോ
ആളുകൾക്കൊക്കെ മാസ വരുമാനമാണ്. ഇത് DPC എന്ന് പറയുന്ന റാങ്കിന് മേലെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു മാസ വരുമാനമാണ് ലോയാലിറ്റി ബോണസ് എന്ന് പറയുന്നത്. അതുപോലെ ഡയമണ്ട് റോയാലിറ്റി ബോണസ് വലിയ വലിയ റാങ്കുകളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് അവിടെ ഡയമണ്ട് റോയാലിറ്റി ആയിട്ട് ഒരു മാസ വരുമാനം ലഭിക്കും. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നോമിനേഷൻ ഫീച്ചർ തന്നെയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലെ. നമ്മളുടെ എല്ലാവർക്കും നമ്മളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രം വരുമാനം കിട്ടുന്ന ഒരു മേഖലയിലായിരിക്കാം നമ്മൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം ചിന്തിക്കണ്ടോ, ഈ ഒരു മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി സേഫ് ആണോ എന്നൊരിക്കൽ ചിന്തിച്ചു നോക്കാം. പക്ഷെ ഇവിടെ കമ്പനി പറയുന്നത് നിങ്ങൾ ഓർഗനൈസേഷൻ 1 നും 2 നും ശക്തമായിട്ടുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ആരാണോ നിങ്ങളുടെ നോമിനി, ആ നോമിനിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ വരുമാനം ലഭിക്കുന്നത് ആ വരുമാനം ഒരാഴ്ച പോലും മുടങ്ങാതെ ലഭിക്കുന്ന ഒരു മാജിക്കൽ സിസ്റ്റത്തിന്റെ പേരാണ് നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്വാളിറ്റി നമുക്ക് നോക്കാന്നല്ലേ. കമ്പനിന്റെ ഒരുപാട് ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ്. അതിൽ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ എത്ര ആളുകളുണ്ട് ഈ ഒരു ഹാളിലേക്ക്? ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത് കൺഫേം ആയി. പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്, അത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വേദിയിൽ കാണാൻ പറ്റും. ഈ ബിസിനസ്സിലൂടെ വിജയിച്ച ആളുകളുടെ